വറുത്തരച്ച ചിക്കൻ കറിക്കുള്ള ചിക്കൻ, അതിൻ്റെ കൂടെ വറ്റൽമുളക്, തേങ്ങ ചിരകിയത്, പിന്നെ കറിവേപ്പില, അതിൻ്റെ കൂടെ തന്നെ തക്കാളി, ചെറുതായിട്ട് കട്ട് ചെയ്ത സവാള, പിന്നെ കുക്കിങ്ങിന് ആവശ്യമുള്ള വെളിച്ചെണ്ണ, അതിൻ്റെ കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത ചുവന്നുള്ളി, പിന്നെ മസാലകളെല്ലാം ഉണ്ട് കേട്ടോ അതിൽ. ഇഞ്ചി, പിന്നെ ആവശ്യമുള്ളത് വെളുത്തുള്ളി, പച്ചമുളക്, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് ചിക്കൻ മസാലയും ഗരം മസാലയും, അതിൻ്റെ കൂടെ ഉപ്പ്, തൈര്, മല്ലിയിലയുടെ ഇഷ്ടമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിൻ്റെ കൂടെ ഇപ്പം കൊണ്ടുവന്ന് വെച്ച് നട്ട്സും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വറുത്തരച്ച ചിക്കൻ കറിക്കുള്ളത്. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ കാശ്മീരി മുളക് പൊടി, അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യമുള്ളത് പുളിയില്ലാത്ത തൈരാട്ടോ. അപ്പോൾ ഒട്ടും പുളിയില്ലാത്ത തൈര് തന്നെ എടുത്ത് അത് കുറച്ചൊഴിക്കുക. ആ മസാലകളെല്ലാം ചിക്കനിലേക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റി ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെച്ചേക്കുക. അവരവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സ് നോക്കാം. ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ച് ആ മസാലകളെല്ലാം, കുരുമുളകും പെരിഞ്ജീരകം, പട്ട, ഏലക്ക എല്ലാം ഉണ്ട് അതിൽ, അതുകളെല്ലാം ഇടുക. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അതും അതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കുക. അതുപോലെ നമ്മൾ എടുത്തു വെച്ച കറിവേപ്പില 2 തണ്ട് അതിലേക്ക് ഇട്ടേക്കുക. അതുകളെല്ലാം ഒന്ന് പതിയെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ച വറ്റൽമുളകും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതുകളെല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ച കാഷ്യൂനട്ട് അത് ചേർക്കുക. എന്നിട്ട് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊരുവിധം മൂപ്പിച്ചെടുത്ത് റെഡിയായി കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമ്മൾ തേങ്ങ ഇടാൻ അതിലേക്ക്. ഇതെല്ലാം നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്തെടുക്കണം. നല്ലപോലെ വറുത്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ സ്റ്റൗ ഇടാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകും. അത് ലോ ഫ്ലെയിമിലിട്ട് പതിയെ അതൊന്ന് വറുത്തെടുക്കുക. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ആട്ടോ ആദ്യം ചേർത്തത്. അതിൻ്റെ കൂടെ തന്നെ കാശ്മീരി മുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, അത് ചേർക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി. അതുപോലെ കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയും അതുകൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. ആ മസാലപ്പൊടികളുടെ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ അതൊന്ന് വറുത്തെടുത്തിട്ട് കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം. അത് ചൂടാറിയിട്ട് വേണം ബാക്കി നമുക്ക് അരച്ചെടുക്കാൻ. അപ്പോഴേക്കും നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചേക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിൽ ഇതും അരച്ചെടുക്കാം. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചത്, വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചത്, അതെല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചമുളക് കീറി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതുകളെല്ലാം. അതിലേക്ക് പിന്നെ നമ്മൾ ചേർത്തത് കറിവേപ്പില ആട്ടോ. കറിവേപ്പില 2 തണ്ട് എടുത്തിട്ടു. അതും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിയുമ്പം അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ, അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വഴറ്റാൻ നേരത്തെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടാട്ടോ വഴറ്റുക. അത് ഒന്ന് അടച്ചു വെച്ച് വഴറ്റുക. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടും. സവാള വഴറ്റി വരുമ്പോഴേക്കും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ തേങ്ങയൊക്കെ വറുത്തത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് നല്ലപോലെ അരച്ചെടുക്കാം. നല്ലപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് കറിക്ക് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ തേങ്ങ ഇങ്ങനെ കിടക്കും. ഈ സവാളയും ഇതെല്ലാം നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളിയും കൂടെ ചേർത്തിട്ട് വേണം ഒന്നും കൂടെ അത് വഴറ്റിയെടുക്കാൻ. അപ്പോൾ തക്കാളിയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതും അടച്ചു വെച്ചിട്ട് തന്നെ വേണം കേട്ടോ വഴറ്റിയെടുക്കാൻ. ഇക്കാക്ക് അത് നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് പിന്നെ ചേർത്തത് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത തേങ്ങയും മസാലയും എല്ലാം കൂടിയുള്ള മിക്സാണ്. ആ മിക്സ് ചേർക്കാൻ നേരത്ത് സ്റ്റൗ ലോ ഫ്ലെയിമിലിട്ടിട്ട് ചേർത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് ആ ജാറ് കഴുകിയ വെള്ളം മാത്രം അതിലേക്ക് ഒഴിച്ചു. എന്നിട്ട് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് തിളപ്പിച്ച് അതിലേക്ക് ആ ചിക്കൻ എടുത്തു വെച്ചതുണ്ടല്ലോ അത് ചേർത്തു. ചിക്കനിൽ നമ്മൾ എത്ര നേരം മസാല തേച്ചിട്ട് വെക്കണോ അത്രയും നല്ലതാട്ടോ. കാരണം അപ്പോൾ ആ ചിക്കൻ്റെ മസാലയൊക്കെ അതിൽ നല്ലപോലെ പിടിച്ച് കിട്ടും. എന്നിട്ട് നമുക്കത് ഇനി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ചിക്കൻ വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സാക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം. വേവിച്ച് ചിക്കൻ നല്ല പൂ പോലെ വേവണം എന്നാട്ടോ ഇക്കാക്ക പറയാം.
അതുപോലെ പൂ പോലെ വെന്തു. അപ്പോൾ നല്ല ടേസ്റ്റോടു കൂടി എടുക്കാൻ പറ്റും. ഈ വെള്ളം നല്ലപോലെ പറ്റിച്ചെടുക്കണം കേട്ടോ. നല്ല തിക്ക് ഗ്രേവിയാണ് ഏറ്റവും ബെസ്റ്റ്. തണുക്കുമ്പോൾ ഒന്നും കൂടെ തിക്ക് ഗ്രേവി ആവും. ഞങ്ങൾ പത്തിരിയുടെ കൂടെ കഴിച്ച ചപ്പാത്തിക്കും അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്.